എല്ലാ സുഹൃത്തുക്കൾക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ ഉദ്ദേശിക്കുന്നത് കംപ്ലൈൻ്റ് ആയി വലിച്ചെറിയാറുള്ള പ്ലംബിങ്ങിൻ്റെയും ഇലക്ട്രിക്കലിൻ്റെയും കുറച്ച് പാർട്സുകൾ ഉപയോഗിച്ചുകൊണ്ട് ഞാൻ ഉണ്ടാക്കിയ ഒരു വെറൈറ്റി മോഡൽ ടേബിൾ ലാമ്പ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയാണ്. എല്ലാവരുടെ വീടുകളിലും ഇതേ രൂപത്തിലുള്ള പഴയ സ്ക്രാപ്പായിട്ടുള്ള സാധനങ്ങൾ ഉണ്ടാവും. എന്നാൽ നമ്മളെല്ലാവരും ചെയ്യാറുള്ളത് ഒന്നുകിൽ വലിച്ചെറിയാറോ അല്ലെങ്കിൽ പഴയ സാധനങ്ങൾ എടുക്കുന്ന ആളുകൾക്ക് വിൽക്കാറോ ആണ് പതിവ്. കഴിഞ്ഞ ഒരു വീഡിയോയിലൂടെ കംപ്ലൈൻ്റ് ആയ TV കൊണ്ട് ഒരു വെറൈറ്റി മോഡൽ അക്വേറിയം ഉണ്ടാക്കുന്ന വീഡിയോ നമ്മൾ ചെയ്തിരുന്നു. ഇന്നത്തെ വീഡിയോയിലൂടെ ഇങ്ങനെ കംപ്ലൈൻ്റ് ആയ ഇലക്ട്രിക്കൽ പ്ലംബിംഗ് ഫിറ്റിംഗ്സ് കൊണ്ട് എങ്ങനെ നമുക്ക് റീയൂസ് ചെയ്യാം എന്നാണ് നോക്കുന്നത്. ഇത് ചെയ്യുന്നതിന് വേണ്ടി ഞാനിവിടെ ഉപയോഗിക്കുന്നത് ഒരു കംപ്ലൈൻ്റ് ആയ സീലിംഗ് ഫാൻ മോട്ടോറിൻ്റെ കേസാണ്. അതുപോലെ ആ ഫാനിൻ്റെ തന്നെ കപ്പ്, കുറച്ച് വയറ്, കംപ്ലൈൻ്റ് ആയ ഹെൽത്ത് ഫോസ്റ്റിൻ്റെ സ്ലീവ്, കുറച്ച് കോപ്പർ, ഒരു പെൻഡൻറ്റ് ഹോൾഡർ. എങ്ങനെയാണ് ഇത് ചെയ്യുന്നത് എന്ന് നോക്കാം. ആദ്യം നമുക്ക് ഈ ഹെൽത്ത് ഫോസ്റ്റിൻ്റെ പൈപ്പിലേക്ക് വയർ കടത്തിവിടാം. 2 വയറാണ് കടത്തിവിടുന്നത്. നല്ല സ്ട്രോങ് ആയിട്ടുള്ള വയർ തന്നെ ഇതിലൂടെ കടത്തിവിടുകയാണ്. ഒരിക്കലും നമുക്ക് ഇങ്ങനെ ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ വയർ നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് നല്ല സ്ട്രോങ് ആയിട്ടുള്ള 1.5-ൻ്റെ വയറാണ് ഉപയോഗിക്കുന്നത്. അതിനുശേഷം ഈ വയർ ഇങ്ങനെ അറ്റത്ത് എത്തിക്കഴിഞ്ഞതിന് ശേഷം ഒരു 10 mm കോപ്പർ ഇതിലൂടെ കടത്തിവിടുകയാണ്. ഇങ്ങനെ 2 അറ്റത്തും കോപ്പർ എത്തിക്കഴിഞ്ഞതിന് ശേഷം 2 ഭാഗവും തിരിച്ചിറങ്ങി പോകാതിരിക്കുന്നതിന് വേണ്ടി ചെറുതായിട്ടൊന്ന് മടക്കി കൊടുക്കുക. ശേഷം നമുക്ക് പെൻഡൻറ്റ് ഹോൾഡർ ഈ കപ്പിലേക്ക് ഘടിപ്പിക്കുകയാണ്. കപ്പിലേക്ക് കറക്റ്റ് ഫ്രീ ആയിട്ട് ഇറങ്ങിയിരിക്കുന്നതിന് വേണ്ടി ഒരു കത്തി ഉപയോഗിച്ച് ഒന്ന് ചുരണ്ടി കൊടുത്തതിന് ശേഷം ഹോൾഡർ അതിലേക്ക് കടത്തി വെക്കുക. കടത്തി വെച്ച് കഴിഞ്ഞതിൻ്റെ ശേഷം അതിൻ്റെ ആ കപ്പ് അടിയിൽ നിന്നും നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ശേഷം നമുക്ക് ഇതിലേക്ക് വയർ കണക്ട് ചെയ്യുകയാണ്. വയർ കണക്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഈ ഹോൾഡറിൻ്റെ മൂടി അതിലൂടെ കടത്തി വെച്ചതിന് ശേഷം കണക്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇല്ലെങ്കിൽ പിന്നീട് അതിൻ്റെ ആ മൂടി അതിലേക്ക് ടൈറ്റ് ചെയ്ത് വെക്കാൻ നമുക്ക് കഴിയില്ല. വയർ നന്നായിട്ട് കണക്ട് ചെയ്ത് നന്നായിട്ട് ടൈറ്റ് ചെയ്തതിന് ശേഷം ഈ ബാക്കിയുള്ള വയർ നമുക്ക് തിരിച്ച് പുറകിലോട്ട് തന്നെ വലിക്കുകയാണ്. അതേപോലെ തന്നെ ആ കോപ്പറും ആ ഹോൾഡറിനേക്ക് മുട്ടി നിൽക്കുന്ന രീതിയിൽ അതും പുറകിലേക്ക് വലിക്കുകയാണ്. വയർ പുറകിലേക്ക് വലിച്ചു കഴിഞ്ഞതിന് ശേഷം ഈ 10 mm കോപ്പറിൻ്റെ അറ്റം തിരിച്ച് കീപ്പോട്ട് തന്നെ പോരാതിരിക്കുന്നതിന് വേണ്ടി ചെറുതായിട്ട് ഒന്ന് ബെൻഡാക്കി കൊടുത്ത് അത് ആ ഹോൾഡറിലേക്ക് മുട്ടിച്ച് നിർത്തി ഒന്ന് ഇൻസുലേഷൻ ടേപ്പ് ചുറ്റി നന്നായിട്ട് തന്നെ ടൈറ്റ് ചെയ്ത് നിർത്തുകയാണ്. ഒരിക്കലും ഈ ഹോൾഡർ ഇളകി നിൽക്കാൻ പാടില്ല. അതുകൊണ്ടാണ് ഇൻസുലേഷൻ ടേപ്പ് ചുറ്റി ടൈറ്റ് ചെയ്യുന്നത്. അതിനുശേഷം ഈ ഫാൻ മോട്ടോറിൻ്റെ ബോഡിയുടെ ഏതെങ്കിലും ഒരു സൈഡിൽ ഒരു ഹോൾ ഇടുകയാണ്. ഈ 2 വയറും അതുപോലെ 10 mm കോപ്പറും കടന്നിരിക്കാൻ പാകത്തിന് അത്യാവശ്യം വലിപ്പമുള്ള ഒരു ഹോൾ ഇടാൻ ശ്രദ്ധിക്കുക. ഹോൾ ഇട്ടതിന് ശേഷം അതിലൂടെ ആ 2 വയറും കോപ്പറും പുറത്തേക്ക് തള്ളിവിടുക. അങ്ങനെ പുറത്തെത്തിയ ഈ കോപ്പറിനെ തിരിച്ച് പോകാത്ത രീതിയിൽ ഒന്ന് ബെൻഡ് ചെയ്ത് നിർത്തുകയാണ്. ഫാൻ മോട്ടോറിൻ്റെ ബെയറിംഗ് വലിച്ചൂരി എടുക്കുന്ന സമയത്ത് പൊട്ടിപ്പോയതാണ് ഈ ഒരു കേസ്. അതുകൊണ്ടാണ് ഇതിൻ്റെ നടുഭാഗത്തായിട്ട് ഒരു ഹോൾ വന്നത്. ഈ ഒരു ഹോൾ അടക്കുന്നതിന് വേണ്ടി നമുക്ക് ആദ്യം ഒരു ഇൻസുലേഷൻ ടാപ്പ് ഉപയോഗിച്ചുകൊണ്ട് അതിൻ്റെ പുറകു ഭാഗം അടക്കുക. അതിനുശേഷം MC ഉപയോഗിച്ചുകൊണ്ട് ഈ ഭാഗം കൂടി ഒന്ന് റെഡിയാക്കാം. കംപ്ലൈൻ്റ് ആയ ഫാനിൽ നിന്നും ബെയറിംഗ് ഊരി മാറ്റുന്ന സമയത്ത് പൊട്ടിപ്പോയതാണ് ഈ ഒരു ഭാഗം. MC ഉപയോഗിച്ചുകൊണ്ട് ഒട്ടിക്കുന്ന സമയത്ത് ഒട്ടും പുറത്തേക്ക് തള്ളി നിൽക്കാത്ത രീതിയിൽ ഫിനിഷ് ആയി നിൽക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ നമ്മൾ ബാത്റൂമിൽ ഉപയോഗിക്കുന്ന കംപ്ലൈൻ്റ് ആയ ഈ ഒരു സ്ലീവും ഹെൽത്ത് പോസ്റ്റിൻ്റെ ഈ ഒരു സ്ലീവിനെയും MC ഇട്ടുകൊണ്ട് നന്നായിട്ട് ഉറപ്പിക്കുക. ഈ മുകൾ ഭാഗം ഉറപ്പിക്കുന്ന അതേപോലെ തന്നെ അടിയിലേക്ക് വരുന്ന ആ കോപ്പറും വയറും ഇളകാത്ത രീതിയിൽ അവിടെയും MC ഇട്ടുകൊണ്ട് ഉറപ്പിക്കുക. ഇനി നമ്മൾ ഈ MC ഇട്ട ഭാഗം ഒന്ന് കറുത്ത നിറത്തിലാണ്. അപ്പോൾ അതൊന്ന് പെയിൻറ്റ് ചെയ്ത് വൃത്തിയാക്കി എടുക്കുകയാണ്. ആ ഒരു ഭാഗം മാത്രം പെയിൻറ്റിങ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ബോറായിട്ട് തോന്നും. അതുകൊണ്ട് മുഴുവനായിട്ടും പെയിൻറ്റ് ചെയ്ത് കൊടുക്കണം. അതേപോലെ തന്നെ ഇതിൻ്റെ ആ ഒരു കപ്പും ഒന്ന് പെയിൻറ്റ് ചെയ്ത് വൃത്തിയാക്കി എടുക്കുകയാണ്. പെയിൻറ്റിങ് എല്ലാം ഉണങ്ങി ഈ രൂപത്തിലായിട്ടുണ്ട്. ചെറിയ രീതിയിൽ മുഴച്ച് നിൽക്കുന്നുണ്ട് MC ഇട്ട ഭാഗം. എങ്കിലും പെയിൻറ്റിങ് ചെയ്തുകൊണ്ട് അത്ര ബോറില്ല. ഇനി നമുക്ക് ആ MC ഇട്ട ഭാഗത്ത് ഒരു ഹോൾ ഇട്ടുകൊണ്ട് അകത്തേക്ക് തള്ളിവിട്ട ആ വയറിനെ പുറത്തേക്ക് തന്നെ എടുക്കുകയാണ്.
അത് 1.5-ൻ്റെ വയർ വേണമെന്നില്ല, ഒരു സാധാ ഒരു വൃത്തിയുള്ള ഒരു വയറായാൽ മതി. ഈ ഒരു 1.5-ൻ്റെ വയറിനെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റി ഒരു വൃത്തിയുള്ള വയറാക്കുകയാണ്. ഈ വയർ തന്നെ ഇതേ രൂപത്തിൽ പുറത്തേക്ക് ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ഷോ പോകും. അതുകൊണ്ടാണ് ഇങ്ങനെ വയർ ചേഞ്ച് ചെയ്യുന്നത്. വയർ ഇതിലേക്ക് ഇൻസുലേഷൻ ടാപ്പ് ചുറ്റി കണക്ട് ചെയ്യാൻ പാടില്ല, കാരണം അവിടെയൊക്കെ എർത്ത് ലീക്കേജ് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരു കണക്ടർ ബാർ ഉപയോഗിച്ചുകൊണ്ട് അതിലേക്ക് കണക്ട് ചെയ്തിട്ടാണ് വയറിനെ കണക്ട് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ കണക്ട് ചെയ്യുന്ന ഈ ഒരു കണക്ടറും വയറും കാണാതിരിക്കുന്നതിനും അതുപോലെ അടിയിലുള്ള ഭാഗങ്ങളിലൊന്നും എർത്ത് ലീക്കേജ് ഒന്നും വരാതിരിക്കുന്നതിനും വേണ്ടി ഒരു പ്ലാസ്റ്റിക്കിൻ്റെയോ അല്ലെങ്കിൽ പേപ്പറിൻ്റെയോ കഷ്ണം അതേ അളവിൽ കട്ട് ചെയ്തെടുത്ത് അതും കൂടി ഒന്ന് മൂടി വെക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ വർക്കെല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല അടിപൊളിയായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഓരോ ശനിയാഴ്ചകളിലും പുതിയ പുതിയ വീഡിയോകൾ നമ്മുടെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യാറുള്ളതാണ്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യുക. പുതിയ ഒരു നല്ല വീഡിയോയുമായിട്ട് അടുത്ത ശനിയാഴ്ച വീണ്ടും കാണാം. ഗുഡ് ബൈ.